कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഒരു പുതിയ പ്രഭാതം, പുതിയ ചിന്തകൾ, നന്നായി ജീവിക്കുവാൻ ഒരു പുതിയ അവസരം. ഉദയാമൃതം. ഇന്നും രാമതത്വങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ആരംഭിക്കാം ജഗന്മാതാവിൻ്റെ വാക്കുകളിൽ നിന്ന്. ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ ഇടയ്ക്കിടയ്ക്ക് കുടുംബാംഗങ്ങൾ ഒരുമിച്ചോ ഒറ്റയ്ക്കോ സാധുക്കളുടെ വീടുകളും ആസ്പത്രി, അനാഥാലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിച്ച് അവിടെയുള്ളവരെ കണ്ട് സ്നേഹാന്വേഷണം നടത്തുന്നതും അവർക്ക് വേണ്ട സേവനം ചെയ്യുന്നതും നല്ലതാണ്. സ്നേഹത്തോടു കൂടിയുള്ള നമ്മുടെ ഒരു വാക്ക് എത്ര പണം നൽകുന്നതിനേക്കാളും അവർക്ക് ആശ്വാസം പകരും. ഇതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് വിശാലത കൈവരും. വിശാലമായ സ്നേഹത്തിൻ്റെ അർത്ഥം അമ്മയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാനാകട്ടെ നമുക്ക്. ഇത് ഒരു മുന്നറിയിപ്പാണ്. ഒരു പുഴയോളം സന്തോഷം ഈശ്വരൻ തരുമ്പോൾ ഒരു കടലോളം സങ്കടം തരാനായി കാത്തുവെച്ചിട്ടുണ്ടാകും. തീർച്ച. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങുന്നത്? എവിടെയെങ്കിലും പോയി ചത്തോടെ നിങ്ങൾക്ക്. പണ്ടൊക്കെ തിരിച്ചു പണി പിന്നെ പിന്നെയാണെങ്കിൽ ഇപ്പോൾ സ്പോട്ടിൽ കിട്ടും. അതിന് തെളിവാണിവൾ. ഇന്നു മുതൽ നിന്റെയൊക്കെ പിന്നിൽ ഞാൻ ഉണ്ടാവും. ഒന്നും അറിയാതെ കണ്ണുനീർ കൊണ്ട് തുലാഭാരം നടത്തുന്ന ഈ സ്ത്രീ ജീവിതങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? ഒരുപാട് ജീവിത മുഹൂർത്തങ്ങളിലൂടെ അപരിചിത നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ജൂലൈ 31 മുതൽ ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30. രാമായണത്തിലെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾ, അതിൻ്റെ തത്വങ്ങൾ, അതൊക്കെ ആകത്തുകയായി നമ്മൾ നോക്കുമ്പോൾ മറ്റു പലതരത്തിലുള്ള പ്രത്യേകതകളും ഈ രാമായണത്തിലൂടെ പറഞ്ഞു തരുവാൻ ശ്രമിച്ചിരിക്കുന്നു ഗുരുക്കന്മാർ എന്ന് അല്ലെങ്കിൽ ഋഷിമാർ എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. വാത്മീകി രാമായണമായാലും അധ്യാത്മ രാമായണമായാലും ഒക്കെ പല ഭാവങ്ങളാണ്. അത് വാത്മീകി രാമായണത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ അവതാരം കൈക്കൊണ്ട
ഭാവത്തിലാണ് അവതാര പുരുഷനായ എന്നതിനേക്കാൾ ഒരു മനുഷ്യാവതാരം കൈക്കൊണ്ട ആദർശ പുരുഷനായിട്ടാണ് ശ്രീരാമനെ കാണാനാകുന്നത്. വാൽമീകി അങ്ങനെ തന്നെയാണ് ശ്രീരാമനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അധ്യാത്മ രാമായണത്തിൽ നിന്നും കുറച്ചുകൂടി ദൈവീകമായ ഭാവത്തിലുള്ള ശ്രീരാമനെ കാണാനാകും. ഈ അധ്യാത്മ രാമായണം വെച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2 തരത്തിൽ നമുക്ക് രാമായണത്തിൻ്റെ തത്വങ്ങളെ പലതരത്തിൽ മനസ്സിലാക്കാനാകും. അതിലൊരു തരത്തിൽ എന്താണ്, അത് പ്രധാനമായും ഒരു ഭാവം എന്താണെന്നുള്ളത് ഇന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് ജീവാത്മാവ് പരമാത്മാവ് എന്ന രാധാകൃഷ്ണ സങ്കല്പങ്ങളെ പറയാറുണ്ടല്ലോ. ശ്രീരാമ സീതാ സങ്കല്പത്തിലും അതുപോലെ പരമാത്മാവ് ജീവാത്മാവ് എന്ന സങ്കല്പമുണ്ടത്രേ. സീത ജീവാത്മാവാണ്, ശ്രീരാമൻ പരമാത്മാവാണ്. ഈ ജീവാത്മാവ് ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്, അതായത് ജീവാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതം എന്നുകൂടി ഉദ്ദേശിക്കണം. ഈ ജീവാത്മാവിന് പലതരത്തിലുള്ള സംഘർഷങ്ങളും പലതരത്തിലുള്ള ഈ തട്ടിക്കൊണ്ടു പോകൽ എന്ന് പറയുന്നത് തന്നെ ഒരു രജോ ഗുണത്താലാണ് ആ തട്ടിക്കൊണ്ടു പോകൽ. രജോ ഗുണം എന്ന് പറയുന്നത് രാവണനാണ്. രജോ ഗുണം രാവണനിൽ ഉണ്ടാകുമ്പോൾ കാമവും ആഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ കൂടുതലായിട്ടുള്ളൊരു ഭാവമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആരാണോ, അതായത് ജീവാത്മാവായി നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ഇത്തരത്തിലുള്ള ഒരു കാമവും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ കൂടുതലായി വരുന്നത്, ആ സമയത്ത് നമ്മൾ രജോ ഗുണം കൂടും. ഈ രജോ ഗുണം നമ്മുടെ ജീവാത്മാവിനെ തട്ടിക്കൊണ്ടുപോകും. അതായത് യഥാർത്ഥത്തിൽ നാം എന്താണോ, നമ്മുടെ ആത്മാംശം എന്താണോ, ആ ആത്മാംശത്തെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിക്കും. ലങ്ക എന്ന് പറഞ്ഞാലും ഇതുപോലെയാണ്. ലങ്കയും നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് ലങ്ക എന്ന് പറയുന്നത്. ദുഷിച്ച ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹങ്ങൾ, പിന്നെ സ്വാർത്ഥത, മറ്റൊരാൾക്ക് ദ്രോഹം വരുത്തണം എന്ന ചിന്ത, ഇതൊക്കെയാണ് ലങ്ക എന്ന് പറയാം. അതായത് ലങ്ക എന്ന സങ്കല്പം. ആ ലങ്കയിലേക്ക് ജീവാത്മാവിനെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിക്കുന്നു. അവിടെ പാർപ്പിക്കുമ്പോഴും ജീവാത്മാവ് ശരിക്കും ഒട്ടും സന്തുഷ്ടയല്ല. ജീവാത്മാവ് പരമാത്മാവിൽ ചേരുവാൻ തന്നെയാണ് കാത്തിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷേ രജോ ഗുണവും അതുപോലെ തന്നെ തമോ ഗുണവും, അതായത് കുംഭകർണനാണ് തമോ ഗുണത്തെ നമുക്ക് പ്രതിനിധീകരിക്കുന്നത്. തമോ ഗുണം എന്ന് പറയുമ്പോൾ ആ ഒരു രാക്ഷസഭാവങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷേ അതേ ലങ്കയിൽ തന്നെ സാത്വിക ഗുണം അല്ലെങ്കിൽ സത്വഗുണവുമുണ്ട്. വിഭീഷണൻ, ഈ വിഭീഷണനാകട്ടെ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ശ്രമങ്ങൾക്ക് വിജയം കണ്ടെത്തുവാനാകുന്നു. ഇതേസമയം ജീവാത്മാവിന് പരമാത്മാവിനരികിലേക്ക് എത്തുവാനുള്ള മാർഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുവാനായി പരമാത്മാവിൻ്റെ അടുക്കൽ നിന്ന് ലങ്ക ചാടി അല്ലെങ്കിൽ കടല് ചാടി എത്തുന്നു ഹനുമാൻ. ഹനുമാൻ ഗുരുഭാവമാണ് അവിടെ. ജീവാത്മാവിന് പറഞ്ഞു കൊടുക്കുകയാണ് പരമാത്മാവ് വരുന്നുണ്ട്, തീർച്ചയായും രക്ഷിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഗുരുഭാവമായി ഹനുമാൻ മാറുന്നു. ഇങ്ങനെ രാമായണത്തെ മനസ്സിലാക്കിയാൽ എന്തൊരു വലിയ തത്വമാണതെന്ന് നോക്കൂ. നാം ഈ കാണുന്ന ഓരോ കഥാപാത്രങ്ങളുണ്ട്. ഒരു കഥ പറഞ്ഞു തരുവാൻ കുഞ്ഞുങ്ങൾക്ക് എന്നതുപോലെ ഋഷി കഥ പറഞ്ഞു തന്നിരിക്കുകയാണ് നമുക്ക്. ഈ കഥകളിലെ കഥാപാത്രങ്ങളെല്ലാം ഇങ്ങനെ ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം, ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം, പരമാത്മാവ് എപ്പോഴും ജീവാത്മാവിൽ ചേരുവാൻ കാത്തിരിക്കുമെന്ന് അറിയിക്കുവാൻ ഒരു ഗുരുഭാവം, ഇതെല്ലാം ചേരുന്നതാണ് രാമായണം. സദ്ഗുരുഭ്യോ വത്സാസൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കും ഇതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂർവവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തവും അതല്ലായിൽ എന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ. പൽനിസന്തപ്തലോഹസ്താംബുബിന്ദുനാ സന്നിഭമോ മർത്യജന്മം ക്ഷണഭംഗുരം.
ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിൽ അപേക്ഷിക്കുന്നതുപോലെ കാരാകിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദിസംഗമം എത്രയുമൽപകാലസ്ഥിതം ഓർക്ക നീ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ, മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം ദൃഢാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. കേൾക്കണമമ്മേ, തെളിഞ്ഞു നീ എന്നുടെ വാക്കുകൾ. ഏതും വിഷാദമുണ്ടാകൊല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടണമമ്മയും. ഭർതൃകർമാനുകരണമത്രേ പാതിവ്രത്യ നിഷ്ഠാവധൂനാമെന്നു നിർണയവും. മാതാവ് മോദാൽ അനുവദിച്ചിടുകൾ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികേ ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്ത് സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു. പിന്നെ
ഉപദേശവാക്കുമുറ ചെയ്ത അഗ്രജൽ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിടവിയേ. മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികത്തേ. മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടേ ചാപശരാദികൾ കൈക്കൊണ്ട് ചെന്ന് രാമാന്തികെ നിന്ന് വണങ്ങിന. കലയിലെ വ്യത്യസ്ത രുചികൾ ആനിയുടെ പൊടിക്കൈയുമായി കൂട്ടിയിണക്കുന്ന അത്താഴ വിരുന്ന്. മലയാളികളുടെ പ്രിയ താരങ്ങൾ അവരുടെ വിശേഷങ്ങളുമായി ആനിക്കൊപ്പം ചേരുന്നു. രുചികരവും ആരോഗ്യപ്രദവുമായ വിഭവങ്ങളുടെ അടുക്കള. എനിക്ക് വേണ്ട പോഷകങ്ങൾ കംപ്ലീറ്റ് പണ്ടത്തെ സിനിമയിലൊക്കെ അഭിനയിച്ചു. ആന്റിയുടെ സിനിമ ഇഷ്ടമാണോ? പക്ഷെ എന്നെ കണ്ടിട്ടില്ല. ആനി വർത്തമാനം പറയുന്നില്ലാണ് എനിക്ക്. വീട്ടമ്മമാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കുക്കറി ഷോ ആനീസ് കിച്ചൺ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. രാമായണത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ചിത്രമാണ് രാമൻ, സീത, ലക്ഷ്മണൻ. പിന്നെ ഹനുമാൻ ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ ഇവർ 3 പേരും ആണ്. പക്ഷേ പട്ടാഭിഷേകത്തിനൊക്കെ ശേഷമുള്ള ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിലൊക്കെ ഹനുമാനും ആ കൂട്ടത്തിൽ ഉണ്ട്. ഈ ചിത്രത്തിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ നിത്യജീവിതവുമായിട്ട് 100% ബന്ധമുള്ള കാര്യമാണ് ഇത്. ഈ 4 പേരും നമ്മൾ ഓരോരുത്തരിലും സജീവം ആകണം. ഏറ്റവും പ്രധാനം രാമൻ ജ്ഞാനത്തിൻ്റെ പ്രതീകം ആണ്. ഒരു മനുഷ്യനെ ഉയർത്തുന്നത് ആ വ്യക്തിയുടെ വിവേകം ആണ്. വിവേകമില്ലാത്തവരെ എല്ലാവരും വെറുക്കും. എന്താണ് വിവേകം എന്നൊരു പുസ്തകത്തിൽ നിന്നും പഠിക്കാൻ പറ്റില്ല. അതിന് വകതിരിവ് എന്ന് പറയും. വകതിരിവ്, തെളിഞ്ഞ വകതിരിവായിരുന്നു രാമൻ. രാമൻ അങ്ങനെ എല്ലാ പരീക്ഷയിലും 1ാം സ്ഥാനം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സാധാരണ മനുഷ്യൻ. രാവണൻ ഏറ്റവും അധികം ബിരുദങ്ങൾ നേടുമ്പോൾ രാമൻ ഗുരു പറഞ്ഞ് കേട്ട് കഴിയുകയായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിന് രാമനും രാവണനും കൂടി പോയാൽ സർട്ടിഫിക്കറ്റുകൾ കണ്ടിട്ട്
രാവണനാണ് ഉദ്യോഗം കൊടുക്കുക. ഇത്ര സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അപ്പം തെളിഞ്ഞ ജ്ഞാനവും വിവേകവും ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. അതിൻ്റെ ഗുണങ്ങളെയാണ് മറ്റുള്ളവർ സ്നേഹിക്കുന്നത്. നമ്മളിലുള്ള രാമനെയാണ് ബാക്കിയുള്ളവർ സ്നേഹിക്കുന്നത്. പറഞ്ഞ വാക്ക് പാലിക്കട്ടോ, വിചാരിച്ച അത്ര മോശമല്ല കേട്ടോ. ഒരുവിധം മര്യാദക്കാരനാണ് അയാൾ. അയാളങ്ങനെ വാക്ക് തെറ്റിക്കാൻ സാധ്യതയില്ല. കൊടുത്ത കാശ് മടക്കി തരാതിരിക്കില്ല. ഇതാണ് രാമൻ. ഇപ്പുറത്ത് ഭക്തിയുടെ പ്രതീകമായിട്ടുള്ള സീത. നമ്മൾ ഭക്തി എന്ന് പറഞ്ഞപ്പോൾ വിചാരിക്കുന്നത് പൂജാമുറിയിൽ പോയിട്ട് കഥകടച്ച് പ്രാർത്ഥിക്കുന്നതാണ് എന്നാണ്. അത് ഭക്തിയല്ല എന്നല്ല പറയുന്നു. നമ്മുടെ മനസ്സിൽ ഏറ്റവും ഉന്നതമായി നാം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വികാരമാണ് ഭക്തി. ഏറ്റവും തരം താണ മലമൂത്ര വിസർജനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറ് പോലുമില്ലല്ലോ. അതെന്താ ചർച്ച ചെയ്യാത്തത്? അത് പ്രാഥമികമായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. മലമൂത്ര വിസർജനത്തെ പറ്റിയൊന്നും കുറേ ഡിസ്കഷനൊന്നുമില്ല. ഇതാണ് സെക്സ് എന്ന് പറഞ്ഞ ലൈംഗികതയെക്കുറിച്ച് നമ്മൾ കാണുന്നത്. അതിപ്പോൾ അങ്ങനെ വിസ്തരിക്കേണ്ട ഒരു കാര്യമില്ല. വിട്. അതിനേക്കാൾ ഉയർന്ന ഒരു സ്റ്റേജാണ് ലസ്റ്റ്, കാമം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഏതിനോടൊന്നുമുള്ള ആഗ്രഹത്തിനെ കാമം എന്ന് പറയും. അതിലേക്കാൾ ഉയർത്തുക, അതാണ് ലവ്, സ്നേഹം. അതിനേക്കാൾ അത് ഒരു ഉയർന്ന ഭാവമാണ്. ഇതേ കാര്യത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നാണ് ലവ്. അതിനേക്കാൾ ഉയർത്തിയതിൻ്റെ പേരാണ് പ്രേമം. സിനിമയിലെ പ്രേമം അല്ല. നമ്മൾ ഈ പ്രേമം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ വിചാരിച്ചിരിക്കുന്നത് സിനിമയിലത്തെ പ്രേമവും അതിൻ്റെ ഒരു ഭാവമായതുകൊണ്ടാണ് ആ പ്രേമത്തോട് നമുക്ക് ഇത്ര ഇഷ്ടം. ജീവാത്മ പരമാത്മ ബന്ധം പോലെയാണ് കാണുന്നത്. ഈ വാക്കുകളൊന്നും അറിയാത്തവരും സിനിമയിലെ പ്രണയം ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ്. പൂനിലാവ് എല്ലാവർക്കും കുട്ടന്മാരി, മഴ സകല ചെടികൾക്കും പൂക്കൾക്കും വെള്ളം കൊടുക്കും മാതിരി സകലതിനോടുമുള്ള ആ സ്നേഹത്തിൻ്റെ പേരാണ് പ്രേമം. ജീവിതത്തിനോട് നമുക്ക് പ്രേമം ഉണ്ടാകണം. അതിനേക്കാൾ ഉയർന്ന മണ്ഡലമാണ് ആത്മസാക്ഷാത്കാരം. ഞാൻ എന്നൊന്നില്ല. അതാണ് ഭക്തി. ഞാൻ തന്നെ ഇല്ലാത്ത അവസ്ഥ. ഉദാഹരണമായിട്ട് കർപ്പൂരം കത്തിച്ചാൽ ചാരം ഉണ്ടാവില്ല. അതാണ് ഭഗവാൻ കർപ്പൂരപ്രിയൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉയർന്ന മണ്ഡലത്തിൻ്റെ പേരാണ് ഭക്തി. ഇന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഭക്തി സാഹിത്യം ഒരു വിലയില്ല. ആത്മീയം അതെന്തോ കുറഞ്ഞൊരു കാര്യമാണെന്നാണ് വിചാരം. ഈ ചിന്തയാണ് ഭക്തി. അതിൻ്റെ പ്രതീകമാണ് സീത. ഈ ഗുണം നമ്മളിൽ ഉണ്ടാകണം. ഇപ്പുറത്ത് ഇനി ലക്ഷ്മണനും ഉണ്ടാവണം, ഹനുമാനും ഉണ്ടാവണം. ഹനുമാൻ എന്താണ്? സമർപ്പണം. ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? എന്താ ഇപ്പം ഹനുമാൻ ചോദിക്കണം? രാമന് വേണ്ടി എന്തു ചെയ്യണം? ഞാൻ പ്രവർത്തനം വന്നോളാം. എന്തും സമർപ്പിക്കുക, കൊടുക്കുക. ഇതാണ് ത്യാഗത്തിൻ്റെ മറ്റൊരു രൂപം. എന്നെ നോക്കാൻ ആരാളുള്ളത്? ഇത് പറയാത്തവരുണ്ടോ? പറഞ്ഞ് ശീലിക്കരുത്, ചിന്തിച്ച് ശീലിക്കരുത്. ആരെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഇതല്ലേ ചിന്തിക്കേണ്ടത്? എനിക്ക് ആരാളുള്ളത്? ആകെ ഒരു മോനേ ഉള്ളൂ. കുട്ടപ്പൻ കല്യാണം കഴിച്ചാട് പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? എല്ലാവരും ഒറ്റയ്ക്കാവില്ലേ? ആരെ നോക്കാനാണ് ഞാൻ? എന്നെ നോക്കുന്നതോ അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ല. എന്നെ ആര് നോക്കും, എനിക്ക് ആരാ ഉള്ളത് എന്നല്ല ചിന്ത. ആരെ നോക്കാനാണ്? ഇതാണ് സമർപ്പണ ബോധം ചിന്ത.
ഇത് നമുക്കുണ്ടാക്കാം, ഒരു പരിധി വരെ ഉണ്ടാക്കാം. സത്സംഗത്തിലെ പ്രഭാഷണങ്ങളൊക്കെ ഗുണമുണ്ട്, അത് കേട്ടവരെല്ലാം ഗുണമുണ്ട്. ഇപ്പുറത്ത് ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ടൈം, അനാദിയായ അനന്തൻ്റെ അവതാരമാണ്. ടൈം നമ്മുടെ ഭാഗത്ത് നിൽക്കണം. അതിന് വളരെ വ്യാഖ്യാനങ്ങളുണ്ട്, അത് വേറെ സമയത്ത് ചിന്തിക്കാമെന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. രാമതത്വങ്ങളെക്കുറിച്ച് പറഞ്ഞു അറിഞ്ഞു. ഭാരതീയമായതെല്ലാം മഹത്തരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിഭാവങ്ങളെ അറിഞ്ഞ് വനവാസം നടത്തിയ ഒരു രാജാവിൻ്റെ കഥകൾ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യജന്മത്തിൻ്റെ നന്മകളെയും ധർമ്മങ്ങളെയും കർമ്മങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അതിൽ പല തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന്, ആ തത്വങ്ങൾ നമ്മിലേക്ക് എത്തിക്കുവാനാണ് ഋഷി പരമ്പരകൾ കാലാകാലങ്ങൾ ശ്രമിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായി. ഈ മനസ്സിലാക്കലുകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഭാവങ്ങളുമായി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാനാകട്ടെ. പ്രകൃതിയോട് ഒത്തുചേർന്നതാകട്ടെ ഭാരതീയത. എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.